ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര വയനാട് ജില്ലയിലെ മുണ്ടക്കൈ എന്ന ഗ്രാമത്തിലേക്കാണ്. 2024 ജൂലൈ അവസാനം അതിശക്തമായ മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിൽ ഒരുപാട് ജീവനുകളും വീടുകളും നഷ്ടപ്പെട്ട കേരളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വലിയ ദുരന്തം. അതെ, മുണ്ടക്കൈ ഉരുൾപൊട്ടൽ. ഈ 1.5 വർഷത്തിനു ശേഷം മുണ്ടക്കൈ എങ്ങനെയാണ്, ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താണ്, എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ മുണ്ടക്കൈ ടൗൺ. അപ്പോൾ നമ്മൾ മുണ്ടക്കൈ ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന വീഡിയോയിൽ നമുക്ക് കുറേ കടകൾ അടച്ചിട്ടതായിട്ട് കാണാൻ പറ്റും. കണ്ടില്ലേ? ഇതൊക്കെ ആ ദുരന്തത്തിൽ കേടുപാടുകൾ സംഭവിച്ച ഹോട്ടലുകളും ഷോപ്പുകളും പലതര കടകളുമാണ്. കണ്ടില്ലേ? പലതും നശിച്ചു പോയിരിക്കുകയാണ്. അതൊന്നും വീണ്ടും റീഓപ്പൺ ചെയ്തിട്ടില്ല ഇതുവരെ. കുറച്ച് കടകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. കണ്ടില്ലേ? ഇതൊക്കെ അന്നത്തെ ദുരന്തത്തിൽ പൊളിഞ്ഞു പോയതാണ്. കണ്ടില്ലേ? ഉള്ളിലൊക്കെ മണ്ണാണ് കേട്ടോ. ചുമരൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇതെല്ലാം ഭാഗികമായിട്ട് തകർത്തിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ കുറേ സ്ഥാപനങ്ങൾ മുണ്ടക്കൈ ടൗണിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതിൽ കുറച്ച് കടകൾ മാത്രമാണ് തുറന്ന് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ മൊത്തത്തിൽ ഇതാണ് മുണ്ടക്കൈ ടൗണിന്റെ ഒരു ചിത്രം. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി. ഇതാണ് പള്ളി കേട്ടോ. പക്ഷെ ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല. പള്ളിക്ക് ചെറുതായിട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് ലെവലാക്കി കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഇവിടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതായിരുന്നു ഏറ്റവും വേദനിപ്പിച്ച ഒരു കാഴ്ച. മുണ്ടക്കൈ ദുരന്തം. ഓർമ്മകൾക്ക് മരണമില്ല. അകാലത്ത് ജീവൻ വെടിഞ്ഞ പ്രിയപ്പെട്ടവർക്ക് കണ്ണീരിൽ കുതിർന്ന പ്രണാമം. നിങ്ങളുടെ ഓർമ്മകൾ ഞങ്ങളിൽ എന്നും ജീവിക്കും. ഇത്രയും പേര് അന്നത്തെ ദുരന്തത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഇത് കൂടാതെ പലരെയും കാണാതുമായിട്ടുണ്ട്. എത്രത്തോളം വലിയ ദുരന്തമാണെന്ന് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ തോന്നും. അപ്പോൾ ഇതിലൂടെയാണ് ഉരുൾപൊട്ടി വെള്ളം ഒഴുകി പോയത്. കണ്ടോ? അവിടെയൊക്കെ കുറെ വീടുകൾ കാണാൻ പറ്റുന്നുണ്ട്. വീടുകളൊക്കെ ഭാഗികമായി തകർന്നതും ഉപയോഗശൂന്യമായതുമായ വീടുകളാണ് കേട്ടോ. ഈ ഒഴുകിയ ചാല് പോലെ കാണുന്ന സ്ഥലം ചെറിയൊരു പുഴ മാത്രമായിരുന്നു. അവിടെയൊക്കെ വീടുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഒലിച്ചുപോയി. കണ്ടില്ലേ? അവിടെ ഒരു പാലം കാണുന്നുണ്ടാവും. ആ പാലം നമ്മുടെ മിലിറ്ററി ഒരു ദിവസം കൊണ്ട് പണിതതാണ് കേട്ടോ. ഇതൊക്കെ അന്നത്തെ ഉരുൾപൊട്ടിയിട്ട് വീടാണത്. ഉരുൾപൊട്ടിയിട്ട് വന്ന് അടിച്ച് തകർന്നു പോയതാണ്. ഒരു സൈഡ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എത്രയും വലിയ ദുരന്തമാണെന്ന് നോക്കി. ഉള്ളൊക്കെ കാണുമ്പോൾ ഇവിടെയൊക്കെ ആൾത്താമസം ഉണ്ടായിരുന്നല്ലോ അല്ലെ? ഒറ്റ രാത്രി കൊണ്ടാണ് എല്ലാം സംഭവിച്ചത്. കണ്ട ഒരു വീട് കിടക്കുന്ന വലിയൊരു വീടാണ് കേട്ടോ അത്. അതിന്റെ മുകളിലത്തെ നില അതേപോലെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷെ താഴെ മുഴുവനായിട്ട് നമുക്കൊന്ന് ചെന്ന് നോക്കാം. കണ്ടോ? ഇതിലൂടെയാണ് വെള്ളം ഒഴുകി പോയിട്ടുള്ളത്. അതിന്റെ സൈഡിലുള്ള വീടുകളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. ഭാഗികമായി നശിച്ച വീടുകൾ. എന്നല്ലേ? എത്ര നല്ല വീടാ നോക്കി. അതിന്റെ തൂണൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. സിറ്റ് ഔട്ടൊക്കെ നോക്കി ഫുള്ള് മണ്ണ് കയറിയിട്ട്. ആ ചുമരിൽ കാണുന്ന പെയിന്റ് ഒന്നല്ല കേട്ടോ, ചളിയാണ്. അന്ന് തെറിച്ച ചളി. അത്ര ഹൈറ്റിൽ ഇത്ര വലിയ ദുരന്താണല്ലേ നടന്നത്. നമുക്ക് തല മുട്ടുന്ന സൈസിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം മേലെ നമുക്ക് തല മുട്ടും. അത്രത്തോളം മണ്ണാണ് ഇതിനുള്ളിൽ. ഫുള്ള് മണ്ണാണ്. ചളി നിറഞ്ഞ് ഇപ്പോൾ എല്ലാം കൂടി ഉറച്ചു പോയിട്ടുണ്ട്. സ്റ്റെയർ കേസ് ഒക്കെ കണ്ടോ? ഇത്ര നല്ല സ്റ്റെയർ കേസുകൾ. മരങ്ങളൊക്കെ നിറഞ്ഞ് ഒഴുകി വന്ന് അടിച്ച് കയറിയതാണ് വീട്ടിനുള്ളിലേക്ക്. കാണുമ്പോൾ നമുക്ക് തന്നെ എന്താണ് വല്ലാത്തൊരു പേടി തോന്നും. അത്രയും ഈ ഒരു ദുരന്തം നേരിൽ കണ്ടിട്ടുള്ള ആൾക്കാർ, ഈ വീട്ടിലുള്ള ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ, രക്ഷപ്പെട്ടൊന്നും എനിക്കറിയില്ല കേട്ടോ. എല്ലാവരും ജീവിച്ചിരിപ്പുണ്ടാവട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന. എനിക്ക് ആരെ വീടാണെന്ന് അറിയില്ല. കണ്ടില്ലേ? കുട്ടികളെ ബാഗ് കാര്യങ്ങൾ. ബെഡ്റൂമാണത്. നമുക്ക് അതിന്റെ പകുതി റൂമിന്റെ ഒരു 1/4 ഭാഗം ചളിയിലാണ്. അലമാരയൊക്കെ ചളി വന്ന് നിറഞ്ഞു കിടക്കുകയാണ്. കണ്ടില്ലേ? എന്തൊരു വലിയ ദുരന്തമാണ് അന്ന് സംഭവിച്ചത്. അതും രാത്രിയാണ് സംഭവിച്ചത്. അപ്പൊ എത്രത്തോളം അതിന്റെ ഒരു ഭീകരത ഉണ്ടാവും പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഞെട്ടലാണ് ഉണ്ടായത്. ഫസ്റ്റ് വരുത്താണ്. എനിക്ക് അന്ന് വരാൻ പറ്റില്ല. ഞാൻ ഗൾഫിലായിരുന്നു. അത് കിച്ചനാണ്. പുറത്തേക്കുള്ള അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. അവിടെയൊക്കെ വലിയ മരത്തിന്റെ തടി വന്നിട്ട് ചെളിയും വന്നിട്ട് ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ്. മുകളിലേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. ഇത് 2ാമത്തെ റൂമാണ്. കണ്ടില്ലേ? ഇത് തല മുട്ടുന്നുണ്ട് എൻ്റെ. കാരണം അത്ര ഹൈറ്റിലാണ്. ജനൽ എങ്ങനെ എത്ര ഹൈറ്റിൽ വെക്കും? അത്ര ഹൈറ്റിൽ ചളിയാണ് അവിടെ. അപ്പോൾ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തല മുകളിൽ തട്ടുന്നൊരു കൈ കൊണ്ട് ടച്ച് ചെയ്യാൻ പറ്റും. അത്രയും ഹൈറ്റിലാണ് ചളി കിടക്കുന്നത്. എത്ര നല്ല സുന്ദരമായ വീടായിരുന്നു അല്ലേ? ഒക്കെ നശിച്ചു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത്
രണ്ടാമത്തെ ഒരു വീടാണ്. അതിന്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു വീടാണിത്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും ഇവിടെ വരുന്ന സമയത്ത് ഇതിനുള്ളിൽ കയറി നോക്കാനോ വീഡിയോ എടുക്കാനോ പാടുള്ളതല്ല. കാരണം ഹൈ റിസ്ക് ഏരിയ ആണ്. ഇവിടെ ഗാർഡ്സും സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കിണറുകളും അതേപോലെ ഇടിഞ്ഞു വീഴാറായ വീടുകളൊക്കെയാണ് ഇവിടെയുള്ളത്. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞ് അപകടം സംഭവിച്ചാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ എന്റെ പ്രേക്ഷകർക്കും പിന്നെ യൂട്യൂബ് ചാനലും വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇതിനുള്ളിൽ കയറി എടുത്തത്. ഇത് കണ്ട ആരും ഇതിനുള്ളിൽ കയറി വീഡിയോ എടുക്കാനോ കാണാനോ പാടുള്ളതല്ല. കണ്ടില്ലേ, ഇത് രണ്ടാമത്തെ വീടിന്റെ ഉൾവശമാണ് കേട്ടോ. ഇത് എല്ലാം അടിഭാഗത്ത് നില മൊത്തം ചളിയാണ്. ഇത് ചളി തെറിച്ച് ചുമരുമ്പിലൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇത് ബാക്ക് സൈഡാണ്, ഫുള്ള് ചളിയാണ് കേട്ടോ. ഇത് കിണറാണ് കേട്ടോ. ഇത് കിണറ്റിലെ ചളിയൊന്നും കാണുന്നില്ല, വെള്ളമുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, വെള്ളമുണ്ട് അതിൽ. ഇതൊക്കെ കൊണ്ടാണ് ഇതിങ്ങോട്ടേക്ക് കയറേണ്ട എന്ന് മുന്നറിയിപ്പും പിന്നെ ഗൈഡൊക്കെ ഉള്ളത്. കാരണം ഇവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് നമ്മളെ ഇങ്ങോട്ട് കയറ്റി വിടില്ല, കാരണം ഡേഞ്ചറാണ്. ഇതൊക്കെ ശ്രീകൃഷ്ണന്റെയും ദൈവത്തിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. ദൈവം രക്ഷിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു അല്ലെ. കാണുമ്പോൾ തന്നെ നമുക്ക് വയ്യ. ഇതിലുള്ള കുനിഞ്ഞു പോകണം നമ്മൾ, കാരണം അത്ര ഹൈറ്റിലും മണ്ണാണ്. അപ്പൊ നമ്മുടെ തല മുകളിൽ തട്ടും. അപ്പോൾ അന്ന് രാത്രി ഈ വീട്ടിൽ കിടന്നുറങ്ങിയ ആൾക്കാരുടെ എല്ലാം അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കി. എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. വല്ലാത്തൊരു ഭീകര ദുരന്തം തന്നെ അല്ലേ. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇത് ബാത്റൂം ആണെന്ന് തോന്നുന്നു. അത് വാഷ് ബേസ് ആണ് നമുക്ക് കാണുന്നത്. വാഷ് ബേസിന്റെ അത്ര ഹൈറ്റില് മണ്ണാണ്. ഇതിൽ നേരെ നിൽക്കാൻ പറ്റില്ല, നമുക്ക് തല മുകളിൽ തട്ടും. കാരണം അത്ര ഹൈറ്റിൽ മണ്ണിങ്ങനെ വന്ന് നിറഞ്ഞിരിക്കുകയാണ്. വാതിലൊക്കെ കണ്ടില്ലേ, ബെൻഡായി കിടക്കുകയാണ്. ഇതൊന്നും അനങ്ങുന്നില്ല, കോൺക്രീറ്റ് ഇട്ട പോലെയൊക്കെ ഉള്ളത്. മണ്ണെല്ലാം ഉറച്ച് കിടക്കുകയാണ്. ഇത് രണ്ടാമത്തെ നിലയാട്ടോ. ജസ്റ്റ് ഒന്ന് കയറി ഉണ്ടോ, അവിടെ ആൾക്കാർ താമസിച്ചിരുന്നു. ആരാന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അവര് ജീവിച്ചിരിപ്പുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥന മാത്രം. കാരണം കണ്ടില്ലേ, ആല് നമ്മളെല്ലൊക്കെ വീട്ടിൽ എങ്ങനെയാണ് ഉറങ്ങുന്നുണ്ടാവും. ഇപ്പോൾ അതേപോലെയായിരുന്നു ഈ ദുരന്തം സംഭവിക്കുന്ന മുന്നേ വരെ ഇവിടെയുള്ള ആൾക്കാർ ജീവിച്ചത്. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വേദനിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ഒരു എഴുത്ത് കണ്ടില്ലേ, സിനു, മിനു, ഇഷൻ, ശിവാനി. കുട്ടികളൊക്കെ ഇപ്പോഴും ഈ ഭൂമിയിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഭയങ്കര സങ്കടം തോന്നും. കണ്ടില്ലേ, കളിച്ച് രസിച്ച് നടന്ന വീടാണ്. ഒരു നിമിഷം മതി എല്ലാം മാറി മറിയാം. അതാണ് ഈ ദുരന്തം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ കാണുന്നതാണ് ബേലി പാലം. നമ്മുടെ ഇതിന്റെ അടിയിൽ കൂടി മീൻസ് ഇത് അടിയല്ല, ഇതിലൂടെയായിരുന്നു ഉരുൾപൊട്ടിട്ട് വെള്ളം ഒഴുകി പോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പുറത്ത് പോകാനുള്ള പാലമൊക്കെ നശിച്ചു പോയിരുന്നു. എല്ലാം ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി വന്നിട്ട് ഒരു ദിവസം കൊണ്ട് പണിത പാലമാണ് കേട്ടത്. ബേലി പാലം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിക്ക് ഒരു ബിഗ് സല്യൂട്ട്. അത് ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. കാരണം ഇതിന്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് പോണേ കണ്ടില്ലേ, കാറൊക്കെ പോണേ ഈ ഒരു ബേലി പാലമാണ്. ഇനിയൊരു പുതിയൊരു പാലം നിർമ്മിക്കുന്നത് വരെ ഈ ഒരു പാലം ഇവിടെ നിലനിർത്തും. ഒരു പുതിയ പാലം നിർമ്മിച്ച ശേഷം മാത്രമേ ഇത് ഇവിടുന്ന് പൊളിച്ചു നീക്കുകയുള്ളൂ, മിലിറ്ററി കൊണ്ടുപോകുകയുള്ളൂ. കണ്ടില്ലേ, ഫുള്ള് ഇരുമ്പിന്റെ ഇതുകൊണ്ട് നമ്മളെ മിലിറ്ററിക്ക് ഒരു ബിഗ് സല്യൂട്ടാണ്. ഈ ഒരു സമയത്ത്, കാരണം ഇങ്ങനെ ഇതുപോലെ ഒന്നും നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് അവരെ പാലം പണിതത്. സമ്മതിച്ചു കൊടുക്കണം അല്ലേ. ആ കാണുന്ന സ്ഥലത്ത് ഒരു അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോ ഇല്ല, അത് ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയതാണ്. അതിന് തൊട്ടടുത്തൊരു ആൽമരമുണ്ട്. ആ ആൽമരം മാത്രമേ ഇപ്പൊ അവശേഷിക്കുന്നുള്ളൂ. ഈ ഒരു അമ്പലം അവിടുന്ന് ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയതാണ്. ഇപ്പൊ അവിടെ തറ മാത്രമേ, തറ നിങ്ങൾ കാണുന്നുണ്ടാവും, കണ്ടില്ലേ, അവിടെ ഒരു തറയുണ്ട്. അമ്പലത്തിന്റെ തറയാണത്. അമ്പലം അവിടെ ഇപ്പോഴില്ല, ഇപ്പൊ ഒലിച്ചു പോയത്. ഇപ്പോ ഈ ആൽമരം മാത്രമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ. അമ്പലത്തിന്റെ തറ നമുക്ക് അവിടെ കാണാനും പറ്റുന്നുണ്ട്. അത്രയും ഭീകരമായിരുന്നു ഈ ഒരു ദുരന്തം. അത്ര ഏരിയയിൽ വെള്ളം വന്നിട്ടുണ്ട്. അത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു മഹാദുരന്തമായിരുന്നു ഈ ഒരു ഉരുൾപൊട്ടൽ. ഫ്രണ്ട്സ്, ഇതാണ് വെള്ളാർമല ഹൈസ്കൂൾ. നമ്മൾ പല വീഡിയോയിലും യൂട്യൂബ് വീഡിയോയിലും ന്യൂസ് ചാനലിലൊക്കെ ഇതിന്റെ പഴയ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. നേരിൽ കണ്ടവരും ഉണ്ടാവും. അത് ഞാൻ വീഡിയോയിലാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ആ രൂപമേ അല്ല ഇപ്പോൾ. അത് അപ്പാടെ മാറിക്കഴിഞ്ഞു. കണ്ടില്ലേ, ഇപ്പോൾ അതിന്റെ രൂപം കണ്ടു കഴിഞ്ഞാൽ, സ്കൂള് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. അത്രത്തോളം മാറിപ്പോയിരിക്കുന്നു. കണ്ടില്ലേ, സ്കൂളിന്റെ പകുതിയോളം മണ്ണിനടിയിലാണ് ഇപ്പോൾ ഉള്ളത്. ആ സുന്ദരമായ ഈ ഒരു പ്രകൃതി ഭംഗി മൊത്തത്തിൽ ഇല്ലാണ്ടായി. അത്രത്തോളം വലിയ ദുരന്തമാണ് അവിടെ ഉണ്ടായിരുന്നതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ കാണുന്നത്.
പാറക്കല്ലൊക്കെ ഉരുള് പൊട്ടി വന്നതാണ് കേട്ടോ. JCB പോലും പൊക്കാൻ പറ്റാത്ത അത്രയും സൈസുള്ള പാറക്കല്ലുകളാണ്. അതുപോലത്തെ നൂറുകണക്കിന് പാറകൾ മിഷൻ വെച്ച് പൊട്ടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. ഇത് വെച്ചിട്ട് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ഫ്രണ്ട്സ്, നമുക്കിവിടെ അട്ടമല ഗ്ലാസ് ബ്രിഡ്ജ് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. അതിന്റെ ടിക്കറ്റ് കൗണ്ടറാണ് കാണുന്നത്. 300 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. നമുക്ക് ഇവിടുന്ന് ജീപ്പ് മുഖേന നമുക്ക് അട്ടമല ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകാം. റിട്ടേണും വരാൻ പറ്റും. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് പോയി വരാവുന്നതാണ്. അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അതിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് അതിമനോഹരമായ ഒരു തേയിലത്തോട്ടം കാണാം. അതിമനോഹരമാണ്. നല്ല പച്ചപ്പ് നിറഞ്ഞ താഴ്വരയിൽ നമുക്ക് കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. നല്ല കാറ്റും ഉണ്ടായിരുന്നു. ഈ ചൂടത്ത് നല്ലൊരു കുളിർത്ത കാറ്റും അവിടെ നിന്ന് ഉണ്ടായിരുന്നു. നമുക്ക് ദുരന്ത ഭൂമിയിൽ നിന്നൊരു പച്ചപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഇനിയുള്ള മനോഹരമായ ജീവിതവും മനോഹരമായ സ്ഥലവുമായി മാറട്ടെ മുണ്ടക്കൈ. പഴയതുപോലെ തന്നെ ഇനിയും ഇങ്ങനൊരു ദുരന്തം എവിടെയും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു യാത്രയും അതിന്റെ വിശേഷങ്ങളുമായി കാണും വരയ്ക്കും ബൈ.